അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കുട്ടി ലൈമ ലൈഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എന്തായാലും രാവിലെ ഞാൻ എണീറ്റ് ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഫീസ് കിടന്നു. അങ്ങനെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. എനിക്ക് വീഡിയോ ഒക്കെ ആരെ എടുത്ത് തന്നെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ട്രൈപ്പോഡാണ് വീഡിയോ എടുത്തത്. അതായത് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു 3 കിലോ എൻ്റെ ട്രൈപ്പോഡിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ ട്രൈപ്പോഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോസ് എല്ലാം എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ രാവിലെ എണീറ്റു. ഇന്നലെ ഇത്തിരി തണുപ്പുണ്ടായിരുന്നു, മിനിഞ്ഞാന്ന് അത്ര തണുപ്പുണ്ടായിരുന്നില്ല. ഓരോ ദിവസം ഓരോ പോലെയാണ്. അപ്പോൾ മുടിയൊക്കെ ആദ്യം ഒന്ന് ചെടിയൊക്കെ കളഞ്ഞെടുത്തു. എന്നിട്ട് ഞാൻ എൻ്റെ കുതിരക്കുപ്പായത്തിൽ നിന്ന് അങ്ങോട്ട് ഊരി മാറി. കാരണം നല്ല തണുപ്പുള്ളത് കൊണ്ടാണ് ഞാനത് ഇട്ടുകൊണ്ട് നടന്നത്. ഇന്ന് നമുക്ക് പുറത്തൊക്കെ പോകാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്ലാസ്സിൽ പോകണം. ഇന്ന് ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് തൊട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്രയും ദിവസം നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നെങ്കിലും, അതായത് ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് ഇൻട്രൊഡക്ഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് തൊട്ട് നമുക്ക് മൊഡ്യൂൾസൊക്കെ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റു. ഇന്നൊന്ന് കിടക്കൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട്, ചില സമയം ഭയങ്കര മടിയാണ് കേട്ടോ. മിക്ക ദിവസം ഇങ്ങനെയൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് തന്നെ പോകണേ. ചില ദിവസം നമുക്ക് ഭയങ്കര മടിയായിരിക്കും, എണീക്കാനേ മടിയായിരിക്കും. അതാണ് എൻ്റെ ഏറ്റവും വലിയ മടി. 2-3 ദിവസമായിട്ട് എൻ്റെ റൂമിൽ ഭയങ്കര അനക്കം കുറവാണ് കേട്ടോ. അതായത് എൻ്റെ റൂംമേറ്റ് ഫുൾ ഡേ ഷിഫ്റ്റ് ആയതുകൊണ്ട് അവൾ രാവിലെ പോയാൽ രാത്രി വരുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര അനക്കക്കുറവായിരുന്നു ഇവിടെ. ഇങ്ങനെ മിണ്ടാനും പറയാനും അറിയില്ല. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറുമ്പോൾ ഒരു നേരം ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ പലക്കെ തേച്ച് അതുപോലെ തന്നെ മുഖമൊക്കെ കഴുകി. മുഖം കഴുകാൻ മറ്റേ ഞാൻ ഫേസ് വാഷ് ഫോമിംഗ് ആയിട്ടുള്ളതൊന്നുമല്ല കേട്ടോ. നോർമലായിട്ട് നമ്മൾ സാധാരണ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഫേസ് വാഷാണ്. ഏത് ബ്രാൻഡൊന്നും ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. അധികം റേറ്റൊന്നും ഇല്ലാത്തതാണ് എന്തായാലും. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ഇങ്ങനെ ചോദിച്ചു, ഞാൻ എത്രയൊക്കെ വീഡിയോയിൽ ഞാനിങ്ങനെ ഇട്ടാലും ഇത് ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറ്റർ ഓൺ ആക്കിയിട്ടേക്കല്ല. അപ്പോൾ 2 ഇതിൽ നിന്നും വെള്ളം വരും. നമ്മൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ തണുത്ത വെള്ളമായിരിക്കും വരുന്നത്. പിന്നെയും നമ്മൾ വെയിറ്റ് ചെയ്യണം ചൂടുവെള്ളം വരാൻ. പിന്നെ തണുപ്പൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല. തണുപ്പ് അഡ്ജസ്റ്റ് ചെയ്യാത്ത സാഹചര്യത്തിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ തുറന്നിടണം കേട്ടോ. ഇങ്ങനെ 2 വടി തുറന്നിട്ടിട്ട് നമ്മൾ ആ ഒരു തണുപ്പ് മാറി ഒരു ഇളം ചൂടാവുന്ന വരെ, അതായത് 2ഉം തുറന്നിട്ട് കഴിയുമ്പോഴാണ് നമുക്ക് ഇളം ചൂടുവെള്ളം കിട്ടുന്നത്. അപ്പോൾ അല്ലാതെ ഞാൻ തുറന്നിട്ട് വെള്ളം നശിപ്പിച്ച് കളയണമെന്നല്ല. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് റെഡി ആവണം. റെഡി ആവാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. ഇന്ന് 11 മണി തൊട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 10 മണിയാകുമ്പോഴേക്കാണ് എണീറ്റത്. അപ്പോൾ ക്ലാസ് പോണതിന് മുമ്പ്, റെഡി ആവുന്നതിന് മുമ്പും എണീക്കുന്നതിന് മുമ്പും ക്ലാസ് ഇന്ന് തന്നെ ഉണ്ടോ എന്ന് ആദ്യം എല്ലാവരെയും വിളിച്ചൊന്ന് കൺഫേം ചെയ്യും. എന്നിട്ടാണ് ക്ലാസ്സിൽ പോണത്. ചില ദിവസം മിനിഞ്ഞാന്ന് ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, പക്ഷേ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞ് മെയിൽ വന്നോട്ട് ഒരു 1 hour മുമ്പ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും വരുന്നുണ്ടോ, ക്ലാസ് ആണോ, ഇന്നുണ്ടോ, സമയം കറക്റ്റ് തന്നെയല്ലേ എന്നൊക്കെ ഒന്ന് കൺഫേം ചെയ്തിട്ട് നമ്മൾ പോകും. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചൊരു ടോപ്പാണ് കേട്ടോ. നല്ല ലൂസാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമായി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ സമ്മറിലൊക്കെ ഇതിങ്ങനെ ഷോർട്ടായിട്ട് ഇടുന്നതായിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാനിത് ജീൻസിൻ്റെ ഒപ്പം ഇട്ടത്, പെയർ ചെയ്തത്. അടിയിലൊരു മറ്റേ ബ്ലാക്ക് ടീഷർട്ടും ഇട്ടു. എന്നിട്ട് ഇതിട്ടു. പിന്നെ ഇതിൻ്റെ ബട്ടൺസ് വേണമെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് ഇട്ടിട്ട് യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ ഇതെനിക്ക് ഇത്തിരി ലൂസാണ്. പിന്നെ അങ്ങനെ ലൂസായിട്ട് തോന്നത്തുമില്ല, അങ്ങനെ വൃത്തികേട് ഇടുന്നതായിട്ട് തോന്നണില്ല. പിന്നെ ഞാനൊരു മോയ്സ്ചറൈസർ ഇട്ടു. അതുപോലെ തന്നെ ഒന്ന് ബോഡി ലോഷൻ ഇട്ടു. ബോഡി ലോഷൻ, അതായത് ഇന്ന് തണുപ്പായതുകൊണ്ട് ഇന്നലെ രാത്രി കിടന്നപ്പോൾ കുറച്ച് തണുപ്പുണ്ടെങ്കിൽ രാവിലെ എണീറ്റപ്പോൾ അത്ര തണുപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ജാക്കറ്റ് ബാഗിലിട്ടിട്ടാണ് പോയത്. പിന്നെ ലിപ്പ് ലൈനറും ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട് വേറെ ഒന്നും ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. കണ്ണോടി എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അല്ലാതെ ഫൗണ്ടേഷൻ, കൺസീലർ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ ഇപ്പോഴെന്നല്ല പണ്ട് യൂസ് ചെയ്യാറില്ല, ഇടാറില്ല. അപ്പോൾ എന്തായാലും ഇതേ ഒരു കുഞ്ഞു പൊട്ടോടിയും കൊത്തി കൊടുത്തിട്ട് നമ്മളിത് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഞാൻ ബസ്സിൽ കയറി ഓടിച്ചാടിപ്പോയാണ്. കാരണം ഇവിടുന്ന് ബസ് നോക്കിയപ്പോൾ 2 മിനിറ്റിനുള്ളിൽ ബസ് വരുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇവിടുന്ന് ഓടിച്ചാടി അങ്ങോട്ട് പോയി. വേഗം ബസ്സിൽ കയറി. ബസ്സിൽ രാവിലെ ആയതുകൊണ്ട് തന്നെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഒക്കെ മനസ്സമാധാനത്തോട്ട് എടുക്കാൻ പറ്റി. തിരക്കുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എടുക്കില്ല കേട്ടോ, എനിക്ക് നാണാണ്. എന്തെങ്കിലും വിചാരിക്കും, ഞാൻ അങ്ങനെ എപ്പോഴും വീഡിയോ എടുക്കണത് കൊണ്ട് അങ്ങനെയൊന്നും കുഴപ്പമില്ലാന്ന്. പക്ഷേ എനിക്ക് ഭയങ്കര ചമ്മലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ തിരക്കില്ലാത്തതുകൊണ്ട് നന്നായിട്ട് വീഡിയോ എടുത്തു. പുറത്ത് വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമില്ല, എൻ്റെ മുഖം കാണിച്ച് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട്. ഇപ്പോൾ കുറച്ചും കൂടി ഒന്ന് പച്ചപ്പ്, എനിക്ക് തോന്നുന്നു വിൻ്ററൊക്കെ സമയത്താണ് ഇവിടെ പച്ചപ്പ് കൂടുതൽ. ചില സമയത്ത് അതായത് സമ്മർ ഒക്കെ ആകുമ്പോഴേക്കും പൂക്കളൊക്കെ കുറേ അവിടെ ഇവിടെയൊക്കെ വിരിയും എന്നൊക്കെ ഞാനിങ്ങനെ എൻ്റെ അടുത്ത് ആരൊക്കെയോ പറഞ്ഞിങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നല്ല രസമാണ് കേട്ടോ. എത്രയൊക്കെ നമ്മൾ കണ്ടാലും വീണ്ടും കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇവിടെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഓരോ ദിവസവും ഇന്ന് ഞാൻ വേറൊരു നമ്പർ ബസ്സിലാണ് കയറിയത്. അപ്പോൾ വേറെ റൂട്ടായിരിക്കും. അപ്പോൾ ഓരോ ബസ്സിനും നമ്പർ അനുസരിച്ച് റൂട്ട് വ്യത്യാസമുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ഞാൻ പക്ഷേ എൻ്റെ കോളേജിലോട്ട് പോണ റൂട്ട് സെയിം റൂട്ട് തന്നെയായിരുന്നു. ഞാൻ വിചാരിച്ചു ഈ കോളേജ് കഴിഞ്ഞിട്ടൊരു സ്റ്റോപ്പുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് റൂട്ട് തിരിഞ്ഞൊക്കെ പോകുന്നത്. ഞങ്ങളങ്ങനെ കോളേജിലെത്തി. അപ്പോൾ ഞാൻ നോക്കി, ഞങ്ങളുടെ ക്ലാസ്സസ് ഓപ്പൺ അല്ലായിരുന്നു, അവിടെ വേറെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ക്ലാസ് കഴിഞ്ഞാലേ നമുക്ക് ക്ലാസ് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികളാണ്. പിന്നെ ഇവരൊക്കെ ഉണ്ട്, കുറച്ച് പേരോടെ ഉണ്ട്, ബാക്കിയുള്ളവരോട് വരാനുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ക്ലാസ്സിൽ നിന്നുള്ള പിള്ളേരൊക്കെ ഇറങ്ങി എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ അവിടെ നമുക്കിന്ന് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഓൾറെഡി കഴിഞ്ഞാണല്ലോ. അപ്പോൾ ആ ഒരു ലുക്കിലാണ് കൊടുത്തത്. പക്ഷേ അത്യാവശ്യം നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ, നല്ല മാമുമായിരുന്നു. ഞങ്ങൾക്ക് ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ക്ലാസ് നടന്നുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് തന്നപ്പോൾ ഞാനതൊരു കുഞ്ഞ് വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ ബ്രേക്ക് തന്നായിരുന്നു 5 മിനിറ്റ്. അപ്പോൾ അത് ഓപ്പൺ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്താൽ. പിന്നെ ഞാൻ കുറച്ച് നോട്ട്സൊക്കെ എഴുതി. നമുക്ക് ഈ നോട്ട്സൊക്കെ എഴുതുമ്പോൾ ഒന്ന് നമുക്ക് നോട്ട് ചെയ്യാനും പറ്റും, പിന്നെ നമ്മുടെ മനസ്സിൽ ഇരിക്കുകയും ചെയ്യും. അത് തന്നെയല്ല, ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ഉറക്കം വരികയാണെങ്കിൽ ഉറക്കം വരാതെ ഇരിക്കും. എപ്പോഴും ഞാനത് നാട്ടിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും ഞാനത് ശീലിച്ച് വന്നതുകൊണ്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി എഴുതി പോകുന്നതാണ്. അപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ എഴുതുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നമ്മുടെ ഫോണിൽ ഒരു ആപ്പ് ഉണ്ട്, അപ്പോൾ അതിനകത്ത് എല്ലാ നോട്ട്സും അതിനകത്ത് തരുന്നുണ്ട് കേട്ടോ അവർ. അതുകൊണ്ട് നമ്മുടെ കോളേജിന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിനേക്കാളും കുറച്ചും കൂടി അപ്ഡേറ്റഡ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് നോട്ട്സൊക്കെ എഴുതിയില്ലെങ്കിലും നമ്മുടെ ഫോണിൽ നമുക്ക് നമ്മുടെ ആപ്പിൽ ഉണ്ടാവും. പിന്നെ ഞാൻ ഒരു പിസ്സ മേടിച്ച് വെച്ചു, കാരണം രാവിലെ ഒന്നും കഴിക്കാതെ പോയത് നിങ്ങൾ കണ്ടല്ലേ, ഓടി പഠിച്ചാൽ ഞാൻ പോയത്. തിരിച്ച് വന്നപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല രസമുള്ള ഒരു വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ വെച്ചേക്കണം, നല്ല രസമുള്ള പൂവാണ് കേട്ടോ. വൈകുന്നേരമായപ്പോൾ ഇന്ന് പള്ളിയിൽ കുറച്ച് പേരുണ്ട്, കൊയറിലുള്ള ചേച്ചിമാരും ചേട്ടന്മാരും പിള്ളേരും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരോടും കൂടിയിട്ട് ഒരു ചേച്ചിയുടെ വീട്ടിൽ കൂടാമെന്ന് പറഞ്ഞു. അപ്പോൾ തലേദിവസം കണ്ടാൽ തീരുമാനിച്ചായിരുന്നേ നമ്മൾ നാരങ്ങാച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി കൂടുന്നതാണ്. അപ്പോൾ നല്ല നല്ല രസമായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ആരുടെയും കൂടെ അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ അവസാനം വീടെത്തി. ഇവിടെ നിന്നപ്പോൾ എല്ലാവരും വന്നു, നാരങ്ങ വന്നു. അതിനു മുമ്പ് നമ്മൾ ഇഞ്ചി പച്ചമുളക് അങ്ങനത്തെ കാര്യങ്ങളെല്ലാവരും കൊടി അരിഞ്ഞു. പിന്നെ ഞങ്ങൾ എല്ലാവരോടും കൂടിയിട്ട് നാരങ്ങയൊക്കെ അരിഞ്ഞ് കുഞ്ഞു കുഞ്ഞു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ നല്ല രസമായിരുന്നു. നമുക്ക് എന്താ പറയുക, നാട്ടിൽ നിന്നിട്ട് നമ്മൾ ഈ കുടുംബമൊക്കെ ആയിട്ട് കൂട്ടുകാരായിട്ട് അങ്ങനെ ഞാൻ കൂടിയിട്ടില്ല, പക്ഷെ ഇങ്ങനെ കുടുംബമായിട്ടൊക്കെ ഇങ്ങനെ കൂടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇത് കിട്ടില്ലേ, ഒരു സന്തോഷമൊക്കെ. എനിക്ക് അതുപോലെയാണ് കേട്ടോ തോന്നിയത്. കാരണം അവിടെയുള്ള ചേച്ചിമാരാണെന്നുണ്ടെങ്കിലും ചേട്ടന്മാരാണെന്നുണ്ടെങ്കിലും ഒരു കുഞ്ഞു ചെറുക്കൻ കുഞ്ഞാവേ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചേച്ചിക്ക് കുഞ്ഞാവേ ഉണ്ടാവും, ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചിയുടെ ഹസ്ബൻഡ്, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മനസ്സിന് കുറച്ച് റിലാക്സ് കിട്ടിയ ഒരു ടൈമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നാരങ്ങ എല്ലാവരും അരിഞ്ഞ് ചേച്ചിമാരാണ് കേട്ടോ അച്ചാർ. ടിൻഡു ചേച്ചിയുടെ വീട്ടിലായിരുന്നു നമ്മൾ കൂടിയായിരുന്നത്. ചേച്ചി ചെന്നപ്പോൾ തന്നെ ഒരു മോതിരം പലഹാരം എന്നാണ് ഞങ്ങൾ പറയാറ്. വേറെ എല്ലായിടത്തും എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. ഞാൻ പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ കുറച്ചൊക്കെ ഒന്ന് വീണ്ടി കഴിഞ്ഞപ്പോഴാണ് ശമ്പലം ഇതൊക്കെ മാറിയിട്ട് വീഡിയോ എടുത്തത് ഞാനല്ല, എൽദോസുട്ടിയാണ്. അവനാണ് വീഡിയോ എടുത്ത് തന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കുഞ്ഞ് അവനാണ് കേട്ടോ. അവനല്ല, മറ്റേ ആ കുഞ്ഞുമാവയാണ് ചെറുത്, പക്ഷെ അതിനേക്കാളും മൂത്തയിൽ കുറച്ച് ചെറുത് അവനാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഇതുപോലെയൊക്കെ ആരെങ്കിലുമൊക്കെ കൂടാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, മനസ്സിന് ഭയങ്കര സമാധാനമാണ് കേട്ടോ. അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മളെ കുറച്ച് മനസ്സ് റിലാക്സ് ആവാനും കുറച്ച് നേരം സന്തോഷമായിട്ടിരിക്കാനും നമ്മൾ തിരക്ക് പിടിച്ച ഒരു ജീവിതത്തിൽ നിന്ന് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കുന്നതിൽ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഇവരെപ്പോഴും കൂടാറുണ്ട്. അപ്പോൾ ഞാൻ പള്ളിയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവരുമായിട്ട് പരിചയപ്പെടുത്തത്. പള്ളിയിൽ നമുക്ക് പോളച്ചനുണ്ട്, നമ്മുടെ നാട്ടിൽ മലയാളിയാണ് കേട്ടോ അച്ഛൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അച്ഛൻ ആണ് എനിക്ക് ഇവരെ പരിചയപ്പെടുത്തി തന്നത്. ഇവർ കൊയറിലുള്ളതാണ്. അങ്ങനെ ഞാൻ കൊയറിൽ കയറി. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂട്ടായത്. അതായത് ഇവർ ഓൾറെഡി ഒരു കുടുംബം പോലെയാണ്. അതിനകത്തോട്ട് ഒരു ആളായിട്ട് എന്നെയും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂട്ടുകൂടി. പിന്നെ ഞങ്ങളുടെ പാട്ടും കച്ചേരിയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇനി അതൊക്കെ കാണാം. കിളികളോടൊന്നു ചേർന്ന്
അവതാരമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങളെന്തിനു നാഥാ? ഈ ജീവിതമെന്തിനു നാഥാ? അകലെ ആകാശത്തിൽ മിഴികളിൽ നോക്കി ഞാൻ ഉയർന്നു പാടാം. വാനമേഘങ്ങളിൽ ഒടുവിൽ നീ എത്തുമ്പോൾ മാലാഖമാരുത്തു പാടാം. വാനമേഘങ്ങളിൽ ഒടുവിൽ നീ എത്തുമ്പോൾ മാലാഖമാരുത്തു പാടാം. തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥാ? അവതാരമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങളെന്തിനു നാഥാ? ഈ ജീവിതമെന്തിനു നാഥാ? കാറ്റാടിത്തണലും തണലത്തരമതിലും മതിലില്ലാ മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി കണ്ണും കളിയൂ ഞാനാടുന്നേ ഇടനാഴിയിലാൽ. കാറ്റാടിത്തണലും തണലത്തരമതിലും മതിലില്ലാ മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി കണ്ണും കളിയൂ ഞാനാടുന്നേ ഇടനാഴിയിലാൽ. മതിയാവിൽ ഒരു നാളിലും ഈ നല്ലൊരു നേരം ഇനിയിതുപോലെ സുഖമറിയുന്നൊരു കാലം. കാറ്റാടിത്തണലും തണലത്തരമതിലും മതിലില്ലാ മനസ്സുകളുടെ പ്രണയക്കുളിരും മഞ്ഞിൻ കവിൾ ചേരുന്നൊരു പൊൻവെയിലായി മാറാൻ നെഞ്ചം കണി കണ്ടേ നിറയേ. മഞ്ഞിൻ കവിൾ ചേരുന്നൊരു പൊൻവെയിലായി മാറാൻ നെഞ്ചം കളി കണ്ടേ നിറയേ. കാണുന്നതിലെല്ലാം മഴവില്ലുള്ളതുപോലെ ചേരുള്ളവയെല്ലാം വരവാകുന്നതുപോലെ പുലരുളിയുടെ കസവണിയണ മലരുകളുടെ രസനടനം. കാറ്റാടിത്തണലും തണലത്തരമതിലും മതിലില്ലാ മനസ്സുകളുടെ പ്രണയക്കുളിരും പിന്നിൽ മിഴിപാകുന്നൊരു പെൺമയിലായി മാറാൻ ഉള്ളിൽ കൊതിയില്ലേ സഖിയേ? കാണാത്തൊരു കിളിയെങ്ങോ പുതുമഴയുടെ കൊലുസിളകിയ കനവുകളുടെ പദചലനം. കാറ്റാടിത്തണലും തണലത്തരമതിലും മതിലില്ലാ മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി കണ്ണും കളിയൂ ഞാനാടും ഇടനാഴിയിലാ. പാട്ടെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാനിരുന്നു. പ്രാർത്ഥിച്ച് സന്ധ്യാപ്രാർത്ഥനയും കഴിഞ്ഞ് എല്ലാവരും പല പല സമയത്ത് വന്നു. എന്നാലും പറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാവരും ഒത്തുചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനി നമ്മൾ അടുത്ത ദിവസം കൂടുന്നുണ്ട് കേട്ടോ. കുഞ്ഞുവാവ, അതായത് ഞാൻ പറഞ്ഞില്ലേ ഒരു കുഞ്ഞുവാവയും കൂടി വരാനുണ്ട് ഇതിനകത്തോട്ട്. അപ്പോൾ ആ വാവ ഉണ്ടാവുന്നതിന് മുമ്പ് ഒരു ബേബി ഷവർ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൂടി ചർച്ചയോടെ ഉണ്ടെന്നാണ് പറഞ്ഞ്. അപ്പോൾ അന്നേരം നമ്മൾ കൂടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമുക്കിവിടെ ടിൻറ്റു ചേച്ചി ഇവിടെ നല്ല കിഡ്
കിട്ടില്ലൻ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടിൻഡു ചേച്ചി മാത്രമല്ല കേട്ടോ, ടിൻഡു ചേച്ചിയുടെ റൂമിൽ 4-5 പേരും കണ്ടുണ്ട്. അവരെല്ലാവരോടും കൂടിയിട്ടാണ് നമുക്ക് റെഡിയാക്കി തന്നത്. അപ്പോൾ ആ ചേച്ചിമാരും ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ എണ്ണി പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു വരാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പിന്നെ വേദവാക്യം എടുത്ത് അതുപോലെ തന്നെ വേദോത്സവമൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒരു പാട്ടോടിയും പാടിയിട്ട് സന്ധ്യാപ്രാർത്ഥന നമ്മളിങ്ങനെ ഒരു പാട്ട് പാടില്ല, അപ്പോൾ അതുപോലെ പാട്ട് പാടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ നല്ല കിട്ടിലും ഫുഡാണ് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും വേണ്ടിയിട്ട് ചേച്ചി ഇതേ പീടിയും കോഴിയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാവരും വർക്ക് ചെയ്യുന്നവരാണ് കേട്ടോ. ഞാനും എൽദോസൂട്ടിയും മാത്രമാണ് പഠിക്കുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരും വർക്ക് ചെയ്യുന്നവരാണ്. ഒരുവിധം എല്ലാവരും നഴ്സുമാരാണ് കേട്ടോ. അപ്പോൾ ഇതേ നല്ല കിട്ടിലും കോഴിക്കറിയും അതുപോലെ തന്നെ നമ്മൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മമ്മി ഉണ്ടാക്കുന്ന കോഴിക്കറിയാണ് ശരിക്കും ഫീൽ ചെയ്തത്. ഞാനിവിടെ വന്നിട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് എനിക്ക് അത്ര വന്നില്ല, ടേസ്റ്റ് വരുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ പോയി അന്ന് കോഴിക്കറി കഴിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ശരിക്കും എനിക്ക് വീട്ടിലുണ്ടാക്കി മമ്മി ഉണ്ടാക്കി തരും പോലെ ഫീൽ ചെയ്തു കേട്ടോ. അത് ചിലപ്പോൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പേഴ്സണലി എൻ്റെ അഭിപ്രായത്തിൽ നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് പിടിയാണെന്നുണ്ടെങ്കിലും അതെ കേട്ടോ, പിടിയൊക്കെ ഞാൻ എന്നാ കഴിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. മമ്മി ഉണ്ടാക്കി തന്ന അത്ര ഞാൻ കഴിച്ചിട്ടുള്ളൂ. പിടി ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാക്കിയില്ല. ഇവിടെ ഞാൻ ഇതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അച്ചാറൊക്കെ ചേച്ചിമാർ കൂടിയിട്ട് ഉണ്ടാക്കി നല്ല കിട്ടലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരോടി വർത്താനമൊക്കെ പറഞ്ഞിരുന്നു അവിടെ എല്ലാവരും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു ബേബി ഷവറോടെയും ഒരു കുഞ്ഞു പരിപാടി ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇതായിട്ട് നമ്മളിങ്ങനെ ചേച്ചിക്ക് ഡ്രസ്സൊന്നും ആയിട്ടില്ല കേട്ടോ. നമ്മൾ അതൊന്നും പ്ലാൻഡ് അല്ലായിരുന്നു നമ്മളിങ്ങനെ ചെയ്യണം എന്നൊന്നും. അച്ചാറൊക്കെ അവിടെ ഇരുന്നു. ഞങ്ങൾ കുറച്ച് പേര് ഇതേ സംസാരിച്ചിരുന്നു. അച്ചാറുണ്ടാക്കിയത് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് റെസിപ്പി വീഡിയോ കിട്ടിയില്ലെങ്കിലും അത്യാവശ്യത്തിനുള്ള വീഡിയോ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്ത് എന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് കണ്ടുവരാം. ഈ കൂട്ടത്തിൽ ഒരു ചേച്ചീനും കൂടി മിസ്സിങ് ഉണ്ട് കേട്ടോ. ആ ചേച്ചിക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പം അതുകൊണ്ടാണ് ചേച്ചി എന്ന് പറയാൻ തോന്നുന്നത്. അത് എൻ്റെ ഏജ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എമി എന്നാണ് പേര്. ഇപ്പോൾ ആൾ വന്നിട്ടില്ല, ബാക്കി എല്ലാവരും ഉണ്ട്. ആൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ ചെയ്ത് എല്ലാവരും കാണിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അച്ചാറൊക്കെ നന്നായിട്ട് ടിൻഡു ചേച്ചി ഇരുന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. നല്ല സെറ്റായിട്ട് നല്ല കിടിലൻ അച്ചാറാണ് കേട്ടോ. ഈന്തപ്പഴമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നാരങ്ങയും ഈന്തപ്പഴമൊക്കെ ഇട്ടിട്ടുള്ള നല്ല കിടിലൻ അച്ചാറായിരുന്നു. വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടുണ്ട്. കാരണം ഈ അച്ചാറെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാനിരുന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. ഓക്കെ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ വീഡിയോസ്. കാരണം 2 ഫോണിലെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ഡ്രോപ്പ് ചെയ്തെടുക്കുമായിരുന്നു ചെയ്തായിരുന്നത്. അപ്പോൾ നല്ല കിടലനായിട്ട് നമുക്ക് എല്ലാ ദിവസവും വീഡിയോ എടുത്ത് തന്നിട്ടുണ്ട്. ശരിക്കും ഇങ്ങനെയൊക്കെ കൂടുമ്പോൾ വീട്ടിൽ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനാണെന്നുണ്ടെങ്കിൽ ഞാനും ഇച്ചാനും കൊച്ചും നിൽക്കുന്ന ഒരു വീട്ടിൽ നിന്ന് എപ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ പോകുമായിരുന്നു. കാരണം എനിക്കങ്ങനെ ഒറ്റയ്ക്ക് അവിടെ നിൽക്കണ ഇഷ്ടമല്ല. അപ്പോൾ എപ്പോഴും ഞാൻ എൻ്റെ വീട്ടിലാണ്. ഞാൻ മിക്കനെയും കൊണ്ട് എപ്പോഴും ഞാൻ വീട്ടിൽ പോയി നിൽക്കും, എന്നിട്ട് വൈകുന്നേരം വരും. അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ഇതായിരുന്നു. എപ്പോഴും വീട്ടിൽ ആരെങ്കിലും സംസാരിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ ഇന്നാണ് ശരിക്കും ഒന്ന് റിലാക്സായി. ഞാൻ പുറത്തിറങ്ങിയത് തന്നെ. ഞാൻ പക്ഷേ ആദ്യമായിട്ടാണ് കേട്ടോ ഇവരെല്ലാവരെയും ഒരുമിച്ച് മീറ്റ് ചെയ്യുന്നത്. ഒരുമിച്ചെന്നല്ല, ഒരാളെ എമീനെ, അതായത് ഇന്ന് വരാത്ത ആ ചേച്ചിനെ മാത്രമാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊയറി പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഡ്യൂട്ടി അനുസരിച്ചാണ് നമ്മളിങ്ങനെ കൊയറിൽ ആളുണ്ടാവുക കേട്ടോ. അതുകൊണ്ട് അപ്പോൾ ഇന്നാണ് എല്ലാവരെയും കിട്ടിയത്. അങ്ങനെ നമ്മുടെ അച്ചാറിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം സെറ്റായി. പല വീഡിയോസും അങ്ങോട്ട് അച്ചാർ ഇളക്കിയ വീഡിയോ ആദ്യം, നിരത്തിയ വീഡിയോ ആദ്യം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ആയിട്ടുണ്ട്. ഞാനിവിടെ മാൾട്ടയിൽ വന്നിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് മിക്കപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്, കുഞ്ഞാറ്റയ്ക്ക് ഇവരെയൊക്കെ നേരത്തെ അറിയാമോയെന്ന്. എനിക്ക് ആരെയും നേരത്തെ അറിയത്തില്ല. ഞാനിവിടെ വന്നിട്ട് പരിചയപ്പെട്ടാണ് എല്ലാവരും കേട്ടോ. എന്തായാലും നമ്മുടെ അച്ചാറൊക്കെ ഗംഭീരമായിട്ട് വന്നായിരുന്നു. അച്ചാറായിരുന്നല്ലോ ഇന്നത്തെ നമ്മുടെ വിഷയവും. അച്ചാറിൻ്റെ റെസിപ്പി ഒന്നും എന്നോട് ചോദിക്കരുത്, ഞാൻ ആ പരിസരത്തേ പോയിട്ടില്ല. അരിഞ്ഞു കൊടുക്കാൻ മാത്രം ഞാൻ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. വൈകിട്ട് 5 മണി ആയപ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 6 മണി 6:15 ഒക്കെ ആയപ്പോഴേക്കും ഞാനിവിടെ എത്തിയായിരുന്നു. കാരണം എനിക്കും നല്ല ദൂരമുണ്ട് കേട്ടോ ഇവരുടെ അടുത്തോട്ട്. പിന്നെ നമ്മളിവിടെ കുറേ വർത്താനമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് അച്ചാറൊക്കെ ഉണ്ടാക്കി പാട്ടൊക്കെ പാടി സമയം പോയത് മാത്രം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 10 മണി ഒക്കെ കഴിഞ്ഞപ്പോഴാണ്, 9:30-10 മണി ആയിട്ടോ. 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളെല്ലാവരും പിരിഞ്ഞായിരുന്നത്. എന്നെ അപ്പോൾ ചേട്ടായും ചേച്ചിയും കൊണ്ടുപോയി വിട്ടു കേട്ടോ. വീട്ടിലോട്ട് എന്നെ കൊണ്ടുപോയി വിടുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്തായാലും അച്ചാറിനൊക്കെ നല്ല കിടലനായിട്ട് വന്നു. ഇനി ഞാൻ എന്തെങ്കിലും ദിവസം ഡേ മൈ ലൈഫ് ചെയ്യുമ്പോൾ ചോറുണ്ടാകുന്ന നേരത്തെ ഞാൻ ഈ അച്ചാർ എടുക്കും, അന്നേരം കാണിച്ചു തരാം കേട്ടോ. നല്ല അച്ചാറാണ്, ഈന്തപ്പഴമൊക്കെ ഇട്ടുകൊണ്ട് നല്ല മധുരവും ഒക്കെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്നൊക്കെ നമ്മൾ അച്ചാറുണ്ടാക്കില്ലേ, കടയിൽ നിന്ന് മേടിക്കുന്ന ടേസ്റ്റ് ഒന്നും അല്ല, വീട്ടിലുണ്ടാക്കുന്ന അച്ചാറിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു
കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ ഒരു ദിവസം ക്ലാസ്സിൽ പോയും അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ കൂടിയും ഒക്കെ പോയത് സത്യം പറയാൻ സമയം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഒരു ഫുൾ ഡേ മൈ ലൈഫ് പോലെ തന്നെയായിരുന്നു. അതായത് എന്നെ ഇവിടെ കൊണ്ടാക്കി ഞാനിവിടെ ഒന്ന് കിടന്നുറങ്ങി, അത്ര എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഒന്ന് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ അച്ചാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും, അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഓരോ കുപ്പി വീതം തന്നു പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ കൂടാനൊക്കെ അവസരം തന്നത് ടിൻറ്റു ചേച്ചി, അതായത് ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ചേച്ചിയുടെ റൂമിലുള്ള ചേച്ചിമാരോട് സമ്മതിച്ചുകൊണ്ടാണ്. അപ്പോൾ അവർക്കും ഒരു താങ്ക്സ് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു നല്ലൊരു ദിവസം കിട്ടത്തില്ലായിരുന്നു. മാൾട്ടയിൽ വന്നിട്ട് എനിക്കൊരു ഇഷ്ടപ്പെട്ട ദിവസമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന്. നന്നായിട്ട് നമ്മൾ പിന്നെ പാട്ടൊക്കെ പാടി, നമ്മൾ പാട്ട് പാടി തുടങ്ങിയിട്ടാണ് നിൽക്കാൻ പറ്റാതെ വന്നത്. പിന്നെ നമ്മൾ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല, അടുത്തൊരു കുഞ്ഞ് ഇവൻ്റോടി വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇനി ഭാഗം വെക്കുന്നതൊക്കെയാണ്, പാത്രം എടുത്ത് നമ്മൾ വെച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ. ടാറ്റാ ബൈ, ടേക്ക് കെയർ.